അടുത്ത കണ്ടിന്യൂഷൻ നോക്കാം ഇല്ലേ. റൊട്ടേഷൻ ഡൈനാമിക്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇതിൽ ഒരു ഡിസ്ക് വന്നിട്ടുണ്ട്. ആ ഡിസ്കിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്താണ്? അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫോർമുല എന്താണ്? ഈ ഡിസ്കിന് എന്തെങ്കിലും റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പോർഷൻ ഒരു ഒബ്ജക്റ്റിന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല A1H1 - A2H2 ഡിവൈഡ് ബൈ A1 - A2. അത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് ടഫ് ഉള്ളതൊന്നുമില്ല, ഈസി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഡിസ്ക് എടുക്കുക. ആ ഡിസ്ക് മെയിൻ ഡിസ്കിൽ നിന്ന് ഒരു ആക്സിസ് കൊടുക്കുക. അപ്പോൾ മെയിൻ ഡിസ്ക് എന്ന് പറയുമ്പം അത് സെൻറ്റർ ആക്സിസ് എടുക്കാം അല്ലേ. മെയിൻ ഡിസ്കിൻ്റെ സെൻറ്റർ ആക്സിസ് ഒറിജിനിലോട്ടാണ് പാസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് 0 0 എന്ന് തന്നെ കൊടുക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ H1ഉം Y1ഉം 0 0 ആയിരിക്കും. എന്തിനാ? മെയിൻ ഡിസ്കിന്. ഇനി ആ ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ റേഡിയസ് R/2 ആണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എഴുതുവാണെങ്കിൽ R/2, 0 ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് A1H1 - A2H2 ബൈ A1 - A2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ ഏരിയ ഇല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഏരിയ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക് ആയതുകൊണ്ട് നമുക്ക് πr² നിർത്താനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വാല്യൂസ് ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ഇവിടുത്തെ ഏരിയ, മെയിൻ ഏരിയ πr² എന്ന് കൊടുക്കാം. അതിൻ്റെ കോർഡിനേറ്റ് 0 0. ആ കട്ട് ചെയ്ത പോർഷൻ്റെ ഏരിയ π ഇൻറ്റു ആ റേഡിയസ് തന്നിട്ടുള്ളത് R/2 എന്നാണ്. അപ്പോൾ R/2 ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. ഇനി അതിൻ്റെ കോർഡിനേറ്റ് 0 R/2. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആൻസർ എന്തായി കിട്ടും? -R/6 എന്ന് കിട്ടും. ഈ മൈനസ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സെൻറ്റർ ഓഫ് മാസ് ഇസ് മൂവിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 2 പാർട്ടിക്കിൾസ് ഓഫ് ഈക്വൽ മാസസ് ഹാവ് വെലോസിറ്റീസ് V1ഉം V2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല എന്തായിരിക്കും? M1V1 + M2V2 ബൈ M1 + M2. മാസ് സെയിം അല്ലേ. അപ്പോൾ എം ഞാൻ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ V1 + V2 ഡിവൈഡ് ബൈ M1 + M2 എന്ന് പറഞ്ഞാൽ എന്താവും? 2m ആവും അല്ലേ. ഈ ഫോർമുല ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇതൊന്നും ക്യാൻസൽ ആവും. അപ്പോൾ V1 തന്നിട്ടുള്ളത് 2i-യും V2 എന്നുള്ള 2j ആണ്. അങ്ങനെയാണെങ്കിൽ 2 കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ I + j/2 എന്ന് വരും അല്ലേ. അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് I + j. I + j മീൻസ് അത് XY പ്ലെയിനിലാണ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഇനി ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ഈസ് 3i + 3j മീൻസ് ഡെഫിനറ്റ്ലി ആ ആക്സലറേഷനും XY പ്ലെയിനിലാണ്. എന്നാൽ വൈൽ ദി ആക്സലറേഷൻ ഓഫ് ദ അതർ പാർട്ടിക്കിൾ 0 ആണ്. ആക്സലറേഷൻ ഓഫ് ദ അതർ പാർട്ടിക്കിൾ 0 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ 2 പാർട്ടിക്കിൾസ് മൂവ് ഇൻ എ പാത്ത്. അതായത് ആക്സലറേഷൻ നോക്കുമ്പോഴും I + j ആണ്, വെലോസിറ്റി I + j ആണ്. അപ്പോൾ രണ്ടും ഒരേ പ്ലെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയും ആക്സലറേഷനും പാരൽ ആണെങ്കിൽ ആ പാത്ത് എന്താവും? സ്ട്രെയിറ്റ് ലൈൻ ആവും. ക്ലിയർ ആണോ? ഇനി നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ പ്രോബ്ലംസ് ആണ്. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഓക്കെ ആണോ? ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾ ഈക്വലേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മാസസ് ഉണ്ട് M. ക്വസ്റ്റ്യൻ ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം ഓഫ് എ ലൈൻ AH പെർപെൻഡിക്കുലർ ടു AB. അപ്പോൾ ABക്ക് പെർപെൻഡിക്കുലർ ആണ് AH. ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് എ ടോട്ടൽ ഇനർഷ്യയാണ് ക്വസ്റ്റ്യൻ. അതായത് ആക്സിസ് പാസ് ചെയ്ത് പോകണം ഇല്ലേ. ഇതാണ് നമ്മൾ ആക്സിസ്. ഈ ആക്സിസ് പാസ് ചെയ്ത് പോകണ മാസിന് എന്തില്ല? ഇനർഷ്യ ഇല്ല. അപ്പോൾ അതിന് 0 ആണ്. എന്നാൽ ഈ രണ്ടാമത്തെ മാസ് ഈ എമ്മിന് ഇനർഷ്യ ഉണ്ട്. കാരണം ആക്സിസിന് ഈ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പം ഈ സൈഡ്സൊക്കെ L ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫോർമുല എങ്ങനെ എഴുതാം? L² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതായത് ഫസ്റ്റ് വൺ ഇത് ഞാൻ M1 3 മാസം ഉണ്ടല്ലേ M. അപ്പോൾ ഫസ്റ്റ് മാസിന് എന്തില്ല? ഡിസ്റ്റൻസ് ഇല്ല, 0, ബിക്കോസ് ലൈസ് ഓൺ ദ ആക്സിസ്. ക്ലിയർ ആണ്? ഇതാണ് നമ്മൾ ആക്സിസ്. സെക്കൻഡ് മാസിന് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എങ്ങനെ എടുക്കാം? L എന്ന് എടുക്കാം. അപ്പോൾ ഇനർഷ്യയുടെ ഫോർമുല എന്താണ്? M × R². അപ്പോൾ ഇവിടുത്തെ മാസ് ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് L ആണ്. അപ്പോൾ ml². ഇനി നമ്മൾ എടുക്കേണ്ടത് പോയിന്റ് C നിന്ന് ഈ ആക്സിസിലേക്ക് ഉള്ള ദൂരമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഹാഫ് ദ ഡിസ്റ്റൻസ് ആയിരിക്കും. അത് L/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനർഷ്യ എങ്ങനെ എടുക്കാം? M × L/2 ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആൻസർ എന്ത് കിട്ടും? 5/4 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, 2 മാസസ് ആർ ജോയിൻഡ് വിത്ത് എ ലൈറ്റ് റോഡ് കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അബൌട്ട് ദ ഫിക്സഡ് ആക്സിസ്. ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ആണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇനർഷ്യ ടുവേർഡ്സ് ദ സെൻറ്റർ ഫോർമുല എങ്ങനെ എഴുതാം? ഇനർഷ്യയുടെ ഫോർമുല എന്താണ്? M × R² അല്ലേ. ഇപ്പോൾ ഈ ഫസ്റ്റ് മാസിൻ്റെ വാല്യൂ എത്രയാണ്? M/2. ഡിസ്റ്റൻസ് എത്രയാണ്? L/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സബ്സ്റ്റിറ്റ്യൂട്ട് എളുപ്പമാണ്, ടഫൊന്നുമില്ല. ഓക്കെ, അപ്പോൾ M/2 × L² × L²/4 ഇല്ലേ. അതേപോലെ
ഈ മാസിന് എന്തായിരിക്കും m/2 × L²/4. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം mL²/4. നോർമലി ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയിൽ നോർമലി തിൻ റോഡിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. തിൻ റോഡ്, അപ്പോൾ തിൻ റോഡ് ഇതൊക്കെ പഠിച്ചു വെച്ചോളണം കേട്ടോ. തിൻ റോഡിൻ്റെ ലെങ്ത് L ആണെങ്കിൽ സെൻറ്ററിലേക്ക് പാസ് ചെയ്യണ ഇനർഷ്യ എന്താവും? mL²/12 ആവും. ഓക്കെ അല്ലേ? mL²/12 ആയിട്ട് മാറും. ഓക്കെ ആണോ? എന്നാൽ എൻഡിലേക്കുള്ള ഇനർഷ്യ ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പഠിച്ചു വയ്ക്കുക. I = mL²/3. ഓക്കെ ആണല്ലോ? ശരി. ഇനി അടുത്തത് റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണെങ്കിൽ രണ്ട് ഡിസ്ക് ഉണ്ട്. സോ സെയിം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ദേ ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് എ റെഗുലർ ആക്സിസ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഡിസ്കിനാണെങ്കിൽ ദ ടോട്ടൽ എനർജി, ലോസ് ഓഫ് എനർജി, നമ്മൾ നേരത്തെ കൈനറ്റിക് എനർജി ലോസ് പഠിച്ചില്ലേ? ഏതിലാണ്? കൊലീഷനിൽ ഇല്ലേ? കൈനറ്റിക് എനർജി ലോസ് പോലെ. അതേപോലെ തന്നെ ഇവിടെയും ഫോർമുല എടുക്കാം. അവിടെ m1 × m2, അതേപോലെ തന്നെ ഇവിടെ I1 I2 × ω1 - ω2 the whole square by 2 times of I1 + I2. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് I1 = I2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ എന്താവും? I/4 ആവും. ബിക്കോസ് I1 = I2 ആണെങ്കിൽ ഇവിടെ I² വരും, ഇവിടെ 2 × 2 4 ആയി നിന്നിട്ട്. അപ്പോൾ ആൻസർ I/4 × ω1 - ω2 the whole square. അപ്പോൾ ഈ ഫോർമുല ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. രണ്ട് ഡിസ്ക് ഉണ്ട്, റെഗുലർ ആക്സിസ് ഉണ്ട്. They are brought in contact to the face coinciding with the axis of rotation, then the expression for loss of energy. അപ്പോൾ ഈ ഫോർമുല ഡയറക്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഇത് വർക്ക് എനർജി പവറിലെ റിലേഷൻ ആയിരുന്നു. ഇതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഒരു കോൺസ്റ്റൻറ്റ് പവറിൽ വെലോസിറ്റിയും ടൈമും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമും ആക്സലറേഷൻ ടൈമും തമ്മിലുള്ള റിലേഷനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പവറിൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t⁻², displacement is directly proportional to t⁻3/2, acceleration is directly proportional to t⁻⁻1/2. ഓക്കെ ആണോ? ഇനി ഒരു വെർട്ടിക്കൽ സർക്കിൾ, ഇതും വർക്ക് എനർജി പവറിലുള്ളതാണ്. അത് വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ മീനിങ്, ഞാനിപ്പോൾ ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിലൊരു മാസ് ഫ്രീലി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൈവച്ച് കറക്കുകയാണ്. അപ്പോൾ കറക്കുമ്പം ഹൊറിസോണ്ടലായിട്ടല്ല, വെർട്ടിക്കലായിട്ട്. അപ്പോൾ എയിലുള്ള വെലോസിറ്റി എന്താണ്? ഇതൊക്കെ വെലോസിറ്റിയാണ്. വെലോസിറ്റി അറ്റ് എ എന്താണ്? വെലോസിറ്റി അറ്റ് ബി എന്താണ്? വെലോസിറ്റി അറ്റ് സി എന്താണ്? വെലോസിറ്റിയുടെ എ വന്നിട്ട് √5gr. ഇത് പഠിച്ചു വയ്ക്കുക കാണുന്നത് കേട്ടോ. ബിയിൽ √3gr ആണ്, സിയിൽ √gr ആണ്. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട്സ് എ ടെൻഷൻ അറ്റ് സി. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തുമ്പം ടെൻഷൻ എന്താവും? 0 ആവും. ഓക്കെ ആണോ? ഇനി എയും ബിയിലും ടെൻഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ജനറൽ ഫോർമുല. എയ്ക്കും ബിക്കും ടെൻഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ജനറൽ ഫോർമുല. ഓക്കെ ആണോ? അപ്പോൾ എയ്ക്കാണ് ടെൻഷൻ അറ്റ് എ എന്ന് വെച്ചാൽ ഫോർമുല mv_a²/r. അത് വെലോസിറ്റി √5gr ആണ്, പ്ലസ് 3mg cos θ - 2mg. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫോർമുല, അപ്പോൾ എയ്ക്കാണ് ടെൻഷൻ എടുക്കുകയാണെങ്കിൽ ടേക്ക് ടെൻഷൻ അറ്റ് എ, തീറ്റ എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. ഇനി ടെൻഷൻ അറ്റ് ബി എടുക്കുകയാണെങ്കിൽ തീറ്റ എന്താവും? തീറ്റ 90 ഡിഗ്രി ആവും. ക്ലിയർ ആണോ? തീറ്റ എത്ര ആവും? 90 ഡിഗ്രി. അപ്പോൾ ഈ തീറ്റയിൽ മാത്രം വാല്യൂ മാർക്ക് ചെയ്താൽ മതി. പിന്നെ ഈ എയും ബിക്കും VA കൊടുത്താൽ മതി കേട്ടോ. ഇത് ജനറൽ ഫോർമുലയാണ്. ഇതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക ടെൻഷൻ ചോദിക്കുകയാണെങ്കിൽ. നോർമലായിട്ട് പോയിന്റ് സിയിൽ വരുമ്പം സ്ലാക്നെസ് ഓഫ് എ സ്ട്രിങ്, ഒരു സെൻറ്റൻസ് എഴുതും. എന്താണ് സ്ലാക്നെസ് ഓഫ് എ സ്ട്രിങ്? അതായത് നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ടാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഫീലിംഗ് തോന്നും. അതായത് നമ്മളായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ്, നമ്മളും ആ സ്ട്രിങ്ങും തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു ഫീലിംഗ്, അതാണ് സ്ലാക്നെസ് ഓഫ് എ സ്ട്രിങ്. ആ സ്ലാക്നെസ് ഓഫ് എ സ്ട്രിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ ടെൻഷൻ 0 ആണ്. ഓക്കെ ആണോ? ഇനി സപ്പോസ് ഞാൻ വെർട്ടിക്കൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എയിൽ കൊടുക്കേണ്ട വെലോസിറ്റി √2gr ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ബിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് താഴോട്ട് വരും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എയിൽ കൊടുക്കേണ്ട വെലോസിറ്റിയാണ് √2gr. ക്ലിയർ ആണോ? വെലോസിറ്റി ഓഫ് എ എത്രയാണ്? √2gr. ക്ലിയർ ആണോ? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻഡിലത്തിൻ്റെ കേസായിട്ട് എടുക്കുക. ഒരു പെൻഡിലം എടുക്കുകയാണെങ്കിൽ ആ പെൻഡിലത്തിന് ഇനിഷ്യലി കൊടുക്കേണ്ട മാക്സിമം വെലോസിറ്റി √2gr. അപ്പോൾ ഇനിഷ്യലി എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് അല്ലേ, അത് നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട്, എക്സ്ട്രീം പൊസിഷനും മീൻ പൊസിഷനും. അപ്പോൾ ഒരു പെൻഡിൽ എടുക്കുകയാണെങ്കിൽ അത് മീൻ പൊസിഷനിലുള്ള വെലോസിറ്റി √2gr ആയിരിക്കും. എക്സ്ട്രീം പൊസിഷനിലുള്ള വെലോസിറ്റി എന്താവും? 0. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ശരി. ഇനി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നിട്ട് ഒബ്ജക്റ്റ് മേളിൽ നിന്ന് റോൾ ചെയ്ത് താഴോട്ട് വരികയാണ്. റോളിംഗ് മോഷനാണ്. ഇതിപ്പോൾ റോളിംഗ് മോഷൻ.
ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണോ? അപ്പോൾ റോളിംഗ് മോഷനിൽ ആ ഒബ്ജക്റ്റ് റോൾ ചെയ്ത് താഴേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിൻ്റെ ഫോർമുല 2gh × 1 + k²/r², ഈ ആംഗിളാണ് തീറ്റ. ഓക്കെ. ആക്സലറേഷൻ്റെ ഫോർമുല g sin θ/1 + k²/r². k എന്നുള്ളത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. മനസ്സിലായോ? വേർ k സ്റ്റാൻഡ്സ് ഫോർ റേഡിയസ് ഓഫ് ഗൈറേഷൻ. k എന്നുള്ളത് എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. ക്ലിയർ ആണോ? ഇനി സിലിണ്ടർ ചോദിക്കുമ്പോൾ k എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഇനർഷ്യയുടെ ഫോർമുല വന്നിട്ട് mr² ആണ്, ഹോളോ. ഓക്കെ. സോളിഡ് ആണെങ്കിൽ അതിന് ഇനർഷ്യ എപ്പോഴും കുറവായിരിക്കും, അപ്പോൾ mr²/2 ആണ്. അപ്പോൾ എങ്ങനെയാണ് k² എടുക്കേണ്ടത്? ഇതിലുള്ള എമ്മിനെ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ k² എന്ന് പറയുന്നത് r² ആണ് ഹോളോ സിലിണ്ടറിൽ. അതേപോലെ സോളിഡിൽ എം ഒഴിവാക്കുക. ഓക്കെ. ആ ഫോർമുലയിൽ എം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ k² എന്ന് പറയുന്നത് എന്താണ്? r²/2 ആണ് സോളിഡിന്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ സോളിഡ് സിലിണ്ടറാണ്. അപ്പോൾ ഈ k² എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? r²/2. ഓക്കെ ആണോ? ശരി. ഇനി 2 identical uniform space, each of radius r kept touching each other, the gravitational force. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു ഫോർമുലയാണ്, പക്ഷേ ഇതിൽ മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ജീൻ്റെ ഫോർമുല m1m2/r² ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ r⁴ ആയിരുന്നില്ലേ? കാരണം യൂണിഫോം സ്പേസ് മാസ് തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഡെൻസിറ്റി = mass/വോളിയം. അപ്പോൾ മാസിൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത് ρ × വോളിയമാണ്. വോളിയം എന്ന് പറയുമ്പോൾ സ്പിയറിൻ്റെ ഫോർമുല 4/3πr³ ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് വണ്ണതിന് r³ ആണെങ്കിൽ സെക്കൻഡിനും r³, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? r⁻6 കിട്ടും ഇല്ലേ? ഡിനോമിനേറ്ററിൽ എന്ത് കാണും? r² കാണും. അപ്പോൾ സ്ക്വയറും 6ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കാണും. അതാണ് ആൻസർ, r⁴. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് വെയർ ടു ഇൻക്രീസ് ബൈ 2%, മാസ് റിമൈനിങ് ദ സെയിം, ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും എന്നാണ്. അപ്പോൾ ഇതാണ് റിലേഷൻ. നമ്മൾ ജിൻ്റെ വാല്യൂ ആണ് g = gme/re². ഓക്കെ. അപ്പോൾ ഞാനിത് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ജീനെ ഞാൻ ΔG/g × 100 എന്ന് എഴുതാം, = 2 ബിക്കോസ് ജിയും എം ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഒഴിവാക്കാം. re² എങ്ങനെ എഴുതാം? ആ 2 ഫ്രണ്ടിലേക്ക് ഇടുക. അപ്പോൾ 2 × ΔRe/re × 100 എന്ന് എഴുതാം. ഓക്കെ. ദാറ്റ് ഈസ് 2 × വാട്ട് ഈസ് ΔRe/re × 100? അത് തന്നിട്ടുണ്ട്. അത് റേഡിയസ് എത്ര ശതമാനം കൂടിയിട്ടുണ്ട്? 2%. അത് നമുക്കിവിടെ 2 എന്ന് നോട്ട് ചെയ്യാം. അതായത് 2 × 2 = 4%. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സാറ്റലൈറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇല്ലേ, എർത്തിൻ്റെ സർഫസിൽ നിന്ന് മേളിലോട്ടാണെങ്കിൽ ഇതാണ് ഫോർമുല. പൊട്ടൻഷ്യൽ എനർജി = mgh/1 + h/r. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഹൈറ്റ് വന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? r/4. അപ്പോൾ ഹെച്ചിൻ്റെ സ്ഥാനത്ത് r/4 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആൻസർ mgr/5 എന്ന് കിട്ടും. ഈ വാല്യൂസൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഫോർമുലാസ് കാണാതെ പഠിക്കുക. ഇനി എസ്കേപ്പ് വെലോസിറ്റി ആണ് ഫോർമുല ആണെങ്കിൽ √2gr എന്ന് എഴുതാം. അല്ലെങ്കിൽ ജീൻ്റെ ഫോർമുല √2gr ഇങ്ങനെ എഴുതാം, √2 × g × me/re. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ഓഫ് എ പ്ലാനറ്റ്. അപ്പോൾ പ്ലാനറ്റ് എഴുതുമ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ജിയും ഡിഫറൻ്റ് ആയിരിക്കും, റേഡിയസും ഡിഫറെൻറ്റ്. ഇത് പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി, ഇത് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ആണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് പ്ലാനറ്റിൻ്റെ ജി എന്ന് പറയുന്നത് എർത്തിനെക്കാട്ടിലും 2 ടൈംസ് ആണ്. അടുത്ത് പ്ലാനറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസിനെക്കാട്ടിലും 1/16 ടൈംസ് ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നിങ്ങൾ ആൻസർ v/√8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ്? ബിക്കോസ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദി കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവിൻ്റെ മീനിങ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദി കൺസർവേറ്റീവ് ഫോഴ്സ്. കൈനറ്റിക് എനർജി പോസിറ്റീവ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഉണ്ടോ -gmm/r ആണെങ്കിൽ കൈനറ്റിക് എനർജി gmm/2r. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഒരു കൈനറ്റിക് എനർജി ആണെങ്കിൽ ടോട്ടൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി ഇസ് ദ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അതായത് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഴുതുമ്പോൾ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി, gm1m2/r². ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഞാൻ തന്നെ എഴുതാം. അപ്പോൾ g × m/r² ആണ് ഫോർമുല. അതായത് ഫോഴ്സ്, ഫീൽഡ്, അടുത്തത് പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ gm/r, അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ഫോർമുല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സോളിഡും ഉണ്ട്, ഹോളോയും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഓപ്ഷൻ എ വരച്ചിരിക്കുന്നില്ലേ, ഈ ഡയഗ്രാം വന്ന് അത് കാണാതെ അങ്ങനെ ഡയഗ്രാം പഠിച്ചു വയ്ക്കുക. ഇത് വന്നിട്ട് ഫസ്റ്റ് വരച്ചിട്ടുള്ളത് ഇതിനാണ്
ഹോളോയ്ക്കാണ് -gm/r. ഓക്കെ, സോളിഡിനാണെങ്കിൽ സി ആണ് -gm/r ഉണ്ട് -3gm/2r. അപ്പോൾ ടൈം ബീങ് ഈ രണ്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒന്നെങ്കിൽ അവർ സോളിഡ് ചോദിക്കാം അല്ലെങ്കിൽ ഹോളോ ചോദിക്കാം. എർത്തിൻ്റെ കേസ് ചോദിക്കുമ്പോൾ എല്ലാം സോളിഡാണ്, ഓക്കെ, അല്ലെങ്കിൽ ഹോളോ ചോദിക്കും. ക്ലിയർ അല്ലേ? ഇനി എർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വേരിയേഷൻ ഓഫ് ജി, നമുക്ക് എർത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം. ഞാൻ എർത്തിനെ ഒരു സ്പിയറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് നോർത്ത് പോൾ ഇല്ലേ, ഇത് സൗത്ത് പോൾ, ഇത് വെസ്റ്റ് ഈസ്റ്റ് ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ എർത്ത് ജിയോഡ് ഷേപ്പ് ആയതുകൊണ്ട് എർത്തിന് വയർ ചാടിയിരിക്കുന്നത് വെസ്റ്റും ഈസ്റ്റും സൈഡിലോട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നോർത്ത് പോളും സൗത്ത് പോളും ജി കോൺസ്റ്റൻ്റ് ആണ്. ജി വേരി ചെയ്യണത് എവിടെയാണ്? ഇക്വേറ്ററിലാണ് ജി വേരി ചെയ്യണത്. മനസ്സിലാവണുണ്ടോ? അപ്പോൾ ജി അറ്റ് എനി പോയിന്റ്, ഇതാണ് ഫോർമുല. ജി അറ്റ് എനി പോയിന്റ് ജി ഡാഷ് = g - ω²r × cos²θ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ തീറ്റ എന്നുള്ളത് ഇപ്പം ഞാൻ ഇതാണ് തീറ്റ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇക്വറ്റോറിയൽ ലൈൻ എടുക്കുമ്പം തീറ്റ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. cos 0 1 ആണ്. അപ്പോൾ ആക്ച്വലി ജീൻ്റെ വാല്യൂ കുറയും. ഇനി ഞാൻ പോളിലോട്ട് വരുവാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ആണ്. അപ്പോൾ പോളിൽ ചേഞ്ച് ഒന്നും ഇല്ലെന്നാണ്. അപ്പോൾ എർത്തിൻ്റെ സ്പീഡ് ഡബിൾ ആയാലും എത്ര ആയാലും, അതായത് ആംഗുലർ സ്പീഡ് കൂടിയാലും പോൾസിൽ ജിയിൽ മാറ്റമൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ മാറ്റം എവിടെയായിരിക്കും വരിക? ഇക്വേറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഈ ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പ്ലോട്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് വന്നിട്ട് സോളിഡിനാണ്. ഓക്കെ, അതായത് ഈ ഓപ്ഷൻ ബി വന്നിട്ട് സോളിഡിനും ഇത് വന്നിട്ട് ഷെല്ലിനുമാണ്. ഓക്കെ, അപ്പോൾ സോളിഡിനാണെങ്കിൽ ഫ്രം ദ സെൻറ്ററിൽ മാത്രമേ ഈ 0 ഉള്ളൂ. സെൻറ്ററിൽ മാത്രമേ 0 ഉള്ളൂ. അതിനുശേഷം സ്ലൈഡ്ലി ഇൻക്രീസ് ചെയ്യും. പിന്നെ വന്നിട്ട് ഇൻവേഴ്സ് ആണ്. ഷെല്ലിനാണെങ്കിൽ ആ ഷെല്ലിൻ്റെ അകത്തൊക്കെ 0 ആണ്. അപ്പോൾ സർഫസ് എന്നായിരിക്കും തുടങ്ങുന്നത്. അതുകൊണ്ടാണ് r = a എന്നാണ് ആ പ്ലോട്ട് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്പെരിക്കൽ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്. ഇനി വെയിറ്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, മാസ്, നല്ലൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ വെയിറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ട് വെയിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാനറ്റ്. ബിക്കോസ് വെയിറ്റിൻ്റെ ഫോർമുല m × g ആണ്. അപ്പോൾ പൊസിഷൻ മാറുന്ന അനുസരിച്ച് ജി വേരി ചെയ്യും, ഉറപ്പല്ലേ? ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് നമുക്കറിയാം, അതെന്താവും? റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ത്രൂ ഔട്ട് ദ യൂണിവേഴ്സ്. അപ്പോൾ ഇത് എ, അത് ബി ആയിരിക്കും. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഇൻവേഴ്സ്ലി ആണ്. അപ്പോൾ സിൻ്റെ ഓപ്ഷൻ ഇതാണ്. ഡി, മാസ് വന്നിട്ട് ഫോർ വെലോസിറ്റീസ് സ്മോളർ കമ്പയർഡ് ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് റിമെയിൻസ് ആൻഡ് ഇൻവേരിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡിക്കുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇത് ഓർബിറ്റിനെ കുറിച്ചായിരുന്നു. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ അല്ലേ, എവരി പ്ലാനറ്റ്, അതായത് സണ്ണിൻ്റെ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? പ്ലാനറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഫാർ അവേ ആകുമ്പോൾ എന്ത് ചെയ്യും? സ്പീഡ് കുറയ്ക്കും എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ടിടത്ത് എടുക്കുന്ന ടൈം സെയിം ആണ്. ഏരിയ അപ്പോൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഇഫ് T1 ഇസ് ദ ടൈം ഫോർ ദ പ്ലാനറ്റ് ടു മൂവ് ഫ്രം C to D ആൻഡ് T2 ഇസ് ദ ടൈം ടു മൂവ് ഫ്രം A to D. അപ്പോൾ ഇവിടെ ഏരിയ നോക്കി, നമ്മൾ അക്കോർഡിംഗ് ടു ദ കെപ്ലർ സെക്കൻഡ് ലോ രണ്ട് CP യുടെ ഏരിയ സെയിം ആവണമെന്നാണ് അല്ലേ. അപ്പോൾ ഈ ഏരിയനെക്കാട്ടിൽ ഇവിടുത്തെ ഏരിയ 3 ടൈംസ് കൂടിയിട്ടുണ്ടെങ്കിൽ ടൈമും അതനുസരിച്ച് കൂടണം. കെപ്ലേഴ്സ് ലോ അനുസരിച്ചിട്ടാണെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ആ ആക്ച്വൽ ടൈമിന് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. സണ്ണിൻ്റെ അടുത്തുള്ള പൊസിഷൻ്റെ പേരാണ് നമ്മൾ പെരിജി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫാറസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അപ്പോജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കണ്ട, ഇത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ടൈം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തുള്ള ഏരിയയും സെയിം ആയിരിക്കും. എന്നാൽ ഒരിടത്ത് ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ ടൈമും കൂടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T1 = 3 ടൈംസ് ഓഫ് T2. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, S1 and S2 ആർ 2 സാറ്റലൈറ്റ്സ് ഓഫ് എർത്ത് ദാറ്റ് ആർ മൂവിങ് ഓൺ ദ സെയിം ഓർബിറ്റ്. അപ്പോൾ എർത്തിൻ്റെ ഒരു സെയിം ഓർബിറ്റിലാണ് 2 സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ അല്ലേ, ഡെഫിനറ്റ്ലി അവർ രണ്ടുപേരും മൂവിങ് വിത്ത് ദ സെയിം സ്പീഡായിരിക്കും. വേറെ ഡിഫറൻസ് ഒന്നും വരാൻ ചാൻസസ് ഇല്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇത് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര സിമ്പിളാണ്. സ്ട്രെസ്സിൻ്റെ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു യൂണിഫോം വയറുണ്ട്, അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ബ്രേക്സ് അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്നും പറയുന്നുണ്ട്. വെൻ ഇറ്റ് ഇസ് ഹാങ്ങിങ് വെർട്ടിക്കലി ഫ്രം ഓൺ എൻഡ് ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 4.5 മീറ്റർ. ബ്രേക്കിംഗ് സ്ട്രെസ്, ഈ ബ്രേക്കിംഗ് സ്ട്രെസ് ഒന്നും പറഞ്ഞൊന്നും പേടിക്കേണ്ട. നോർമലി സ്ട്രെസ്സിൻ്റെ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ബൈ ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സിന് mg എന്ന് എടുക്കാം. അപ്പോൾ mg ബൈ ഏരിയ എന്ന് എടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മാസിന് എങ്ങനെ എടുക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു g ബൈ ഏരിയ എന്ന് എടുക്കാം. വോളിയത്തിന് ഏരിയ ഇൻറ്റു L എന്ന് എടുക്കാം. ഏരിയ ക്യാൻസൽ ചെയ്യും. ആൻസർ 8.1 × 10⁴. ക്ലിയർ അല്ലേ? ഇനി ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, റിലേറ്റഡ് ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യൻ. എ ബോഡി വെയ്റ്റ്സ് 100 gram ഇൻ എയർ, 40 gram ഇൻ വാട്ടർ ആൻഡ് 50 gram ഇൻ ഓയിൽ.
വാട്ട്സ് ദ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ഫോർമുല എങ്ങനെ എഴുതാം? റിലേറ്റീവ് ഡെൻസിറ്റി കൂടെ അത് എയർ എഴുതുക, 100 മൈനസ് ടോപ്പിൽ എഴുതേണ്ടത് ഓയിലാണ് കേട്ടോ. അപ്പോൾ 100 മൈനസ് 50/100 മൈനസ് വാട്ടർ. അപ്പോൾ എപ്പോഴും ബേസ് വാട്ടർ ആയിരിക്കണം, മനസ്സിലായോ? എപ്പോഴും ബേസിൽ വരേണ്ടത് വാട്ടറാണ്, ടോപ്പിൽ വരേണ്ടത് ലിക്വിഡാണ്. അപ്പോൾ ആൻസർ 0.83 ആണ്. ഇനി എലോങ്ങേഷൻ ഓഫ് ദ വയർ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഹൂക്സ് ലാ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ. ഇ എന്നുള്ളത് യങ്സ് മോഡുലസ് ആണ്. സ്ട്രെസ്സിൻ്റെ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം, ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു വാട്ട് ഇസ് സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഈ ഡെൽറ്റ എല്ലിനെയാണ് നമ്മൾ എലോങ്ങേഷൻ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എലോങ്ങേഷൻ്റെ ഫോർമുല F/L/A/E. ആ ഫോർമുല യൂസ് ചെയ്ത് ആൻസർ 0.2 mm കിട്ടും. ഇനി അതേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 വയർ എടുത്തിട്ടുണ്ട്, രണ്ടിൻ്റെ എലോങ്ങേഷൻ സെയിം ആണ്. അപ്പോൾ രണ്ടിൻ്റെ എലോങ്ങേഷൻ സെയിം ആണെങ്കിൽ രണ്ടിൻ്റെ ഡെൽറ്റ എൽ സെയിം ആണ്. അപ്പോൾ F/L/A/E. എന്നാൽ രണ്ടിനും കൊടുത്തിരിക്കുന്ന ടെൻഷൻ സെയിം ആണ്. അപ്പോൾ അവിടെ നിന്ന് ഫോഴ്സ് ഒഴിവാക്കാം. അതായത് ഫോർമുല F/L/AE എന്ന് വരും ഇല്ലേ? രണ്ടിൻ്റെയും എലോങ്ങേഷൻ സെയിം ആണെങ്കിൽ F/L/AE. എന്നാൽ രണ്ടിനും കൊടുത്തിരിക്കുന്ന ടെൻഷൻ സെയിം ആയതുകൊണ്ട് എഫ് ഒഴിവാകും. രണ്ടിനും ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ എയും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എങ്ങനെ എടുക്കാം? L1/E1 is equal to L2/E2 എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ 20:11 കിട്ടും. ഇനി സോപ്പ് ബബിളിൻ്റെ എക്സസ് പ്രഷറിൻ്റെ ഫോർമുല 2S/R ആണ്. എന്നാൽ റെയിൻ ഡ്രോപ്പിനാണെങ്കിലോ, മഴത്തുള്ളികൾ അല്ലേ, റെയിൻ ഡ്രോപ്പ് ആണെങ്കിൽ എക്സസ് പ്രഷർ എന്തായിരിക്കും? S/R. ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലേ ഇത്? ഓക്കെ. സോ ഇവിടെ നോക്കി, അപ്പം നമുക്കിവിടെ റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്, റേഷ്യോ ഓഫ് ദ എക്സസ് പ്രഷറാണ് ചോദിച്ചിട്ടുള്ളത്, റേഷ്യോ ഓഫ് ദി എക്സസ് പ്രഷർ. അപ്പോൾ പ്രഷറിൻ്റെ ഫോർമുല 2S/R ആണ്. അപ്പോൾ ഇവിടെ R ആണ് വേരി ചെയ്യണത് ഇല്ലേ? അപ്പോൾ ഒരു വോളിയം തന്നിട്ടുണ്ട്. വോളിയത്തിൻ്റെ ഫോർമുല സ്പിയർ ആയതുകൊണ്ട് 4/3πr³ എന്ന് എടുക്കാം. അപ്പോൾ രണ്ടിൻ്റെ റേഷ്യോ 64:125. ഈ 4/3π 4/3 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് R1/R2 കിട്ടും. എന്താണ്? 4/5 എന്ന് കിട്ടും. അപ്പോൾ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ബൈ റേഡിയസ് ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ P1/P2 is equal to R2/R1. അപ്പോൾ ആൻസർ എന്താവും? 5/4. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ. ഇനി സ്റ്റോക്സിലെ ഫോർമുലയാണ് F is equal to 6/η/AB. ഇവിടെ ഈറ്റ എന്ന് പറയുന്നത് എന്താണ്? കോവിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ്. ഞാൻ വാല്യൂ അതേപോലെ ഇട്ടിട്ടുണ്ട്. A എന്ന് പറയുന്നത് റേഡിയസ് ആണ്, V എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, F എന്നുള്ളത് വിസ്കസ് ഫോഴ്സ് ആണ്. ഈ ഫോർമുലയുടെ പേരാണ് സ്റ്റോക്സ് ലോ. ഈ ഫോർമുലയൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, സ്റ്റോക്സ് ലോ. അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വോളിയം കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തായാലും സംഭവമായിട്ട് തോന്നും, പക്ഷേ എളുപ്പമാണ്. ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഐസ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 9/10 ഓഫ് ഇറ്റ്സ് വോളിയം സബ്മേജ്ഡ് ആണ്. വാട്ട് ഈസ് ദ ഫ്രാക്ഷണൽ വോളിയം സബ്മേജ്ഡ് ഫോർ എൻ ഐസ്ബെർഗ് ഫ്ലോട്ടിംഗ് ആണ് ഫ്രഷ് വാട്ടർ ലാക്ക് ഓഫ് എ പ്ലാനറ്റ് ഹൂസ് ഗ്രാവിറ്റി? വേറൊരു പ്ലാനറ്റിൽ ഈ ഐസ് മെൽറ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ ഗ്രാവിറ്റി 10 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ ആക്ച്വലി ഈ ഫ്ലോട്ടിങ്ങും ഈ ഗ്രാവിറ്റിയും തമ്മിൽ വലിയ ബന്ധമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഫ്രാക്ഷണൽ വോളിയം ചേഞ്ചാണ് ചോദിച്ചത്. അപ്പോൾ വോളിയത്തിലൊരു മാറ്റവും വരത്തില്ല. ഈവൻ ദോ ഗ്രാവിറ്റി ഡിപ്പെൻഡൻ്റ് ഉണ്ട്. പ്രഷറിൻ്റെ ഫോർമുല നമ്മൾ എടുക്കുമ്പോൾ ρgh ആണ്. എന്നാൽ വോളിയം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് G ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ സർഫസിൽ ഐസ് ഫ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം 9/10 എന്നാൽ വേറൊരു പ്ലാനറ്റിൽ പോവുകയാണെങ്കിലും സെയിം 9/10 V തന്നെ ആയിരിക്കും, മാറ്റം വരത്തില്ല. കാരണം ഫ്രാക്ഷണൽ വോളിയം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് G. ക്ലിയർ ആണോ? ഇനി ഇവിടെ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അറിയാം. എങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. പ്രഷർ പ്ലസ് ഹാഫ് ρv² പ്ലസ് ρgh is equal to കോൺസ്റ്റൻറ്റ്. മനസ്സിലായി? P പ്ലസ് ഹാഫ് ρv² പ്ലസ് ρgh is equal to കോൺസ്റ്റൻ്റ് ആണ് ഫോർമുല. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ 3 എനർജിയാണ് ബെർണോളിസ് എടുത്തിട്ടുള്ളത്. P എന്ന് പറയുന്നത് പ്രഷർ എനർജി, 3 എനർജി ഏതൊക്കെയാണ്? പ്രഷർ എനർജി, ഇത് വന്നിട്ട് കൈനറ്റിക് എനർജി, അടുത്തത് പൊട്ടൻഷ്യൽ എനർജി. 3 എനർജീൻ്റെ കോമ്പിനേഷനാണ് ബെർണോളിസ് തിയറം. ഏതൊക്കെയാണ്? പ്രഷർ, കൈനറ്റിക്, പൊട്ടൻഷ്യൽ, മറക്കരുത്. ഓക്കെ. അപ്പോൾ P പ്ലസ് ഹാഫ് ρv² പ്ലസ് ρgh is equal to കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആണോ? ഇനി ഈ Q എന്നുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നതാണ് നമ്മളെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. വാട്ട് ഈസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ? A1V1 is equal to A2V2. A1 എന്ന് പറഞ്ഞ ഏരിയ, V എന്നുള്ളത് വെലോസിറ്റിയാണ്. ഓക്കെ. അപ്പോൾ A1V1 is equal to A2V2. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് A2 is equal to A1/A2. അപ്പോൾ ഇവിടെ നമുക്ക് V2 is equal to 2V1 കിട്ടും. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? ബെർണോളിസ് ഇക്വേഷൻ ഉപയോഗിക്കാം.
ക്ലിയർ അല്ലേ? അപ്പോൾ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ, ഹൈറ്റ് എടുക്കണ്ട കാരണം ഹൊറിസോണ്ടൽ പൈപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൊറിസോണ്ടൽ പൈപ്പ് ആണെങ്കിൽ ഹൈറ്റ് രണ്ട് സൈഡും സെയിം ആയിരിക്കും. അപ്പോൾ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. അപ്പോൾ P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. P1 മൈനസ് P2 ഡിഫറൻസ് ഇൻ പ്രഷർ തന്നിട്ടുണ്ട് 4500 പാസ്കൽ ആണെന്നുള്ളത്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ V2ൻ്റെ സ്ഥാനത്ത് V1 കൊടുക്കുക. അപ്പോൾ എനിക്ക് V1 2 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? ആ V1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ക്യൂവിൽ. അപ്പോൾ ക്യൂവിൻ്റെ ഫോർമുല നമുക്ക് A1 ഇൻറ്റു V1, A1 തന്നിട്ടുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ 2.4 കിട്ടും. ഓക്കെ അല്ലേ? ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ സപ്പോസ് ഇങ്ങനെ 3 സെക്ഷൻസ് ഒക്കെ തരും, പൈപ്പ് സെക്ഷൻ. ഇവിടെ നിന്ന് ഇതൊരു പൈപ്പ്, ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇവിടെ മാസ് ഫ്ലോ റേറ്റ് എൻ്ററിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി, A1 V1 ഇവിടെ എൻ്റർ ചെയ്യാണ്, ഇവിടെ നിന്ന് വെള്ളം ഈ പൈപ്പ് വഴി ലീവ് ചെയ്യാണ്, ഒരു പൈപ്പ് കണക്ഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? A2 V2. ഇവിടെ എങ്ങനെ എഴുതാം? A3 V3. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്തേക്കണം. ഓക്കെ. അപ്പോൾ A1 V1 ഇസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് എൻ്ററിങ് ഇസ് ഈക്വൽ ടു A2 V2 പ്ലസ് A3 V3. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടൈം കുറവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ അല്ലേ? ശരി. ഇനി അതേപോലെ തന്നെ അടുത്തൊരു റിലേഷനാണ് നമുക്ക് സ്ട്രെസ്സിൻ്റെ ഫോർമുല. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു dV/dH. ഓക്കെ. ഈ ടവ് എന്ന് കാണിക്കുന്ന സ്ട്രെസ്സാണ്, ഷിയർ സ്ട്രെസ്സാണ്. ഈറ്റ എന്നുള്ളത് കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ്. വി എന്നുള്ളത് വെലോസിറ്റി, എച്ച് എന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ dV/dHന് നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്നും പറയാം. ക്ലിയർ അല്ലേ? വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് വെലോസിറ്റി ഓഫ് റിവർ തന്നിട്ടുണ്ട് 18 km/h. അപ്പോൾ dV തന്നിട്ടുണ്ട്. അപ്പോൾ 18 km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 5/18. അപ്പോൾ ആൻസർ 5 കിട്ടും. DH എന്നുള്ളത് ഡീപ്പാണ്. അപ്പോൾ റിവറിൻ്റെ ഡീപ്പ് എത്രയാണ്? 5. അപ്പോൾ അവിടെ 5 കിട്ടിക്കഴിഞ്ഞ്. ഇനി കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി 10⁻⁻² പോയിസ് ആണ്. അപ്പോൾ പോയിസ് എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻1 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ 10⁻⁻2 ഇൻറ്റു 10⁻⁻1 വരുമ്പോൾ 10⁻³ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഷിയറിങ് സ്ട്രെസ്. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ് ഷിയർ സ്ട്രെസ്, ടവ്. അപ്പോൾ ടവിൻ്റെ ആൻസർ എന്ത് കിട്ടും? 10⁻⁻3. അപ്പോൾ ഇത്രയൊക്കെ ഇവിടെ ഫ്ലൂയിഡിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ടത് 2-3 ഫോർമുലാസ് നോക്കി വയ്ക്കുക കേട്ടോ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നോർമലി നമ്മൾ എഴുതേണ്ടി വരും. പിന്നീട് നമുക്കവിടെ അടുത്തത് നമുക്ക് വേണ്ടത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പോലെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമ്മൾ എന്താ നോക്കിയാൽ ΔL ഇല്ലേ? ΔL നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, എലോങ്ങേഷൻ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇതിൻ്റെ കൂടെ, അതായത് ഈ ഫോർമുല, അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷനും ബെർണോളിസ് ഇക്വേഷനും യൂസ് ചെയ്ത് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ ക്യാപ്പിലാരിറ്റി റൈസും ഫോളും ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം നോക്കണം കേട്ടോ. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം എടുക്കാനുള്ള ഇമ്പോർട്ടൻ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് ഇത്രയും പഠിച്ച ഫുള്ളൊന്നും കിട്ടത്തില്ല. ബട്ട് എനിവേ എനിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇനി നമുക്കൊരു 45 ക്വസ്റ്റ്യനിൽ ഒരു 25 ക്വസ്റ്റ്യനോളം എനിക്ക് എത്തിക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ അവസാനം ട്രൈ ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടെങ്കിൽ നോക്കുക, നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ചോദിക്കാൻ ആൾമോസ്റ്റ് ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ നമ്മളതിൽ ഇത് ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് അത് നോക്കിക്കൊള്ളാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ഒരു സ്ലൈഡും കൂടെ കാണും. ഒരു സ്ലൈഡും കൂടെ ആകുമ്പോൾ നമ്മൾ +1 ഒരു സ്ലൈഡല്ല 2 സ്ലൈഡും കൂടെ കാണും. 2 പ്രസൻറ്റേഷൻ, 2 വീഡിയോയും കൂടെ കാണും. അപ്പോൾ നമ്മൾ +1 കഴിയും. ഓക്കെ, അത് ഇനി തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ +2 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഏകദേശം ഫ്ലൂയിഡ് മെക്കാനിക്സ് വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. +1ൻ്റെ ഫസ്റ്റ് വോളിയം കഴിഞ്ഞ് കുറച്ച് ഇക്വേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഇരുന്ന് ഇതുവരെയെങ്കിലും ഒന്ന് കണ്ടു വയ്ക്കുക. ഓക്കെ അല്ലേ? ഫോർമുലാസൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. കോൺഫിഡൻറ്റ് പോകട്ടെ, പേടിക്കൊന്നും വേണ്ടടാ. എക്സാം ഭയങ്കര ടഫൊന്നും ആവത്തില്ലടാ. ധൈര്യമായിട്ടിരിക്കുക, നമുക്കിതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ അവസാനത്തെ മൊമെൻറ്റിലാണ് ഞാൻ ക്വസ്റ്റ്യൻ കൊണ്ടുവരണം. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ സ്റ്റാർട്ടിൽ നിന്ന് വന്നാൽ ആരും പഠിക്കാനൊന്നും പോകണില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സാം ഇതുണ്ട്. ബാക്കി ഇപ്പോൾ ഈ സ്ലൈഡും കൂടെ, ഈ വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക. ഫിസിക്സിന് ടൈം മാറ്റി വയ്ക്കുക. ഓക്കെ ആണോ? ഫിസിക്സിന് ടൈം മാറ്റി വയ്ക്കുക. നാളെ ഒരു 3 മണിക്കൂറൊക്കെ മതിയാവും ഫിസിക്സ് മൊത്തം നോക്കുക. അപ്പോൾ +2 കഴിയും. ഓക്കെ അല്ലേ? ബാക്കി സമയം ബോട്ടണിയും സോളജിയും കെമിസ്ട്രിയൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഐ തിങ്ക് ഉച്ചയ്ക്കകത്ത്, അതായത് ആഫ്റ്റർനൂണിൻ്റെ അകത്ത് എല്ലാ സ്ലൈഡും വന്നിട്ടുണ്ടോ യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറോടെ മതിയാവും നാളത്തേക്ക്. അപ്പോൾ ഏകദേശം എനിക്ക് ഫുള്ള് കവറായി കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 200 ക്വസ്റ്റ്യൻസോളം കിട്ടും. ബാക്കി ട്രൈ ചെയ്യുക. അപ്പം ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.